ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ അഗ്ലോണിമ റെഡ് സോംബാക്റ്റ് പ്ലാന്റിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ് എന്ന് വെച്ചാൽ ആർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. അത്രക്കും ഭംഗിയാണ് ഈ ഒരു പ്ലാന്റിനുള്ളത്. വളരെ വലിയ ഫ്ലാറ്റായിട്ടുള്ള ലീഫുകളാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന് വരാറുള്ളത്. ഇതിന് ആദ്യമൊക്കെ നല്ല റേറ്റ് ആയിരുന്നു, ഇപ്പോഴും നല്ല റേറ്റ് തന്നെയാണ് ഈ ഒരു പ്ലാന്റിനുള്ളത്. പക്ഷേ ഫസ്റ്റിലൊക്കെ ഇതിന് ഒരു 5 വരെയൊക്കെ റേറ്റുള്ള പ്ലാന്റ് ആയിരുന്നു. ഇപ്പോൾ 1.5-2 ആ റേഞ്ചിലൊക്കെ കിട്ടുന്നുണ്ട്. എന്നാലും ഇത്ര വലിയ പ്ലാന്റ് അല്ല, ഇതിലും ഒരു മീഡിയം സൈസ് പ്ലാന്റൊക്കെ ഇപ്പോൾ ആ ഒരു റേറ്റിന് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ ഒരു പ്ലാന്റ് വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഒരു വർഷത്തോളമായിട്ട് ഏതൊരു അഗ്ലോണിമ പ്ലാന്റ്സുകൾക്കും എനിക്ക് പെട്ടെന്ന് തൈകൾ വരാറുണ്ട്. പക്ഷേ ഈ ഒരു പ്ലാന്റ് തൈകൾ വരാൻ കുറച്ച് സമയം എടുത്തു. അപ്പോൾ അതിന് തൈകൾ വരാത്തത് കൊണ്ട് ഞാൻ അതിന് ചെയ്ത ഒരു ടിപ്സാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് എന്താണെന്നൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അഗ്ലോണിമ പ്ലാന്റ്സുകളെന്ന് വെച്ചാൽ എല്ലാവർക്കും വളരെയധികം ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ്. അതേപോലെ തന്നെ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ്സുകളുമാണ്. അതുകൊണ്ട് എല്ലാവരും അത് മിക്കവാറും ആൾക്കാരും ചെറിയ പ്ലാന്റ്സുകളാണ് വാങ്ങിച്ച് വെക്കാറുള്ളത്. പക്ഷേ ഞാൻ ഒരുവിധം മദർ പ്ലാന്റ്സുകൾ തന്നെയാണ് കേട്ടോ വാങ്ങിക്കാറുള്ളത്. അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് തൈകളായി കിട്ടും ചെയ്യും. അതേപോലെ തന്നെ കുഞ്ഞു പ്ലാന്റ്സുകളെ പോലെ പെട്ടെന്നൊന്നും നശിച്ചു പോവില്ല. അങ്ങനെയുള്ള ഒരു പ്രത്യേകത വലിയ പ്ലാന്റിനുണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ അത് വാങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്നാലും വാങ്ങുന്നവർക്ക് അങ്ങനെ ഇതേപോലെ തൈകൾ വരാത്ത ഏതെങ്കിലും റയറായിട്ടുള്ള പ്ലാന്റ്സുകൾ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ, ഈ ഒരു ടിപ്സ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് നമുക്കതിന് തൈകൾ വന്നിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടിപ്സ് ചെയ്തപ്പോഴാണ് ഈ ഒരു പ്ലാന്റിന് ഒരു ഷൂട്ട് വന്നത്. അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഇന്ന് അതാണ് കേട്ടോ നമ്മുടെ വീഡിയോ. ഈ ഒരു പ്ലാന്റ് എന്ന് വെച്ചാൽ എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലാന്റാണ് കേട്ടോ. എനിക്കൊരുപാട് ഇഷ്ടമാണ് ഈ ഒരു പ്ലാന്റ്. അതേപോലെ തന്നെ വളരെ റെയറായിട്ടാണ് ഈ ഒരു പ്ലാന്റ് കാണാറുള്ളത്. മിക്ക ആളുടെ കയ്യിലും ഈ പ്ലാന്റ് ഇല്ല കേട്ടോ. നമ്മൾ അന്വേഷിച്ചാൽ പോലും കൂടുതലായിട്ട് ആരുടെ കയ്യിലും ഈ ഒരു പ്ലാന്റ് കിട്ടാറില്ല. അതുകൊണ്ട് നമുക്ക് ഈ ഒരു പ്ലാന്റിന് തൈകളാക്കി എടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അതിനുവേണ്ടി ഞാൻ ചെയ്തൊരു ടിപ്സ് സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെ കാണിക്കാം. അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു പ്ലാന്റ് മതി കേട്ടോ. പോട്ട്സൊക്കെ കവർ ചെയ്തിട്ടാണ് നിൽക്കുക. അത്രയും ഭംഗിയാണ്. പോട്ട്സ് കാണുകയില്ല, അത്ര വലിയ ലീഫുകളായിട്ട് വളരെ ഭംഗിയിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഈ ഒരു റെഡ് സോംബാക്റ്റ്. അപ്പോൾ ആരുടെയെങ്കിലും കയ്യിലില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർ ഇതുപോലുള്ളൊരു പ്ലാന്റ് വാങ്ങി വെക്കണം. നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിന്. അപ്പോൾ നമുക്ക് ഞാൻ ചെയ്തിട്ടുള്ള ആ കാര്യം കൂടെ ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു ടിപ്സിന് വേണ്ടി ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു സംഭവം. ഇതാണ് ഒരു കോഴിമുട്ട തോടല്ല കേട്ടോ, ഒരു ഫുൾ കോഴിമുട്ട. അതിൻ്റെ ഒരു പകുതി ഭാഗം ഞാൻ ഈ ഒരു ചെടിക്ക് തൈകൾ വരാനായിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം എനിക്ക് നല്ല രീതിയിൽ തന്നെ സക്സസ് ആയി. അപ്പോൾ അത് നിങ്ങളെ കാണിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു കോഴിമുട്ട മുകൾ ഭാഗം പൊട്ടിച്ചെടുത്ത് നന്നായി ഒരു ഈർക്കിളി കൊണ്ട് നന്നായി കലക്കിയതിന് ശേഷം ഞാൻ ആ ഒരു മുട്ടയുടെ പകുതി ഭാഗം ഈ ഒരു പ്ലാന്റിൻ്റെ ചോട്ടിൽ ഒരു കുഴി ഉണ്ടാക്കി അതിലൊഴിച്ച് കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ അത് ചെയ്തിട്ടൊരു 2 ആഴ്ച ആയിട്ടില്ല കേട്ടോ. അപ്പോഴേക്കും ഈ ഒരു പ്ലാന്റിൽ നിന്ന് ഷൂട്ട് വരുന്നതാണ് കണ്ടത്. അപ്പോൾ നിങ്ങളുടെ പ്ലാന്റുകൾ അങ്ങനെ തൈകൾ വരാത്തതുണ്ടെങ്കിൽ നല്ല റയറായിട്ടുള്ള പ്ലാന്റ്സുകൾക്കൊക്കെ അങ്ങനെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ഷൂട്ട് വരുന്നതും കൂടെ ഒന്ന് കാണാം. പിന്നെ ഈ പ്ലാന്റുകളുടെ ലീഫുകളാണല്ലോ നമുക്ക് ഏറ്റവും ഭംഗിയായിട്ട് തോന്നാറുള്ളത്. അപ്പോൾ അതിന് സാഫൊക്കെ സ്പ്രേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതാണ് ഈ ലീഫിലൊക്കെ ഒരു കളറായിട്ട് കാണുന്നത്. 2 ആഴ്ച കൂടുമ്പോഴൊക്കെ സാഫ് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്, ഒരു ഫംഗസൈഡ്. അല്ലെങ്കിൽ ഈ പ്രാണികൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഭംഗിയും ഈ ഒരു പ്ലാന്റ്സുകൾക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് പ്ലാന്റ്സുകൾക്ക് ഇടയ്ക്ക് അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ചെടിയുടെ ചോട്ടിലും കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട്. അത്തരം കാര്യങ്ങളൊക്കെ അഗ്ലോണിമകൾ വളർത്തുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ.
ഈ ഒരു പ്ലാന്റ് തന്നെ റെഡ് സോംബാക്റ്റ് എന്ന പേരിലും അതേപോലെ പിങ്ക് സോംബാക്റ്റ് അങ്ങനെ 2 തരത്തിലാണ് ഈ പ്ലാന്റ് ഉള്ളതായിട്ട് അറിയപ്പെടുന്നത്. ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല കേട്ടോ, എനിക്കത്ര അറിയുള്ളൂ. അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമുക്ക് ആ തൈകൾ വന്നതും കൂടെ കാണിക്കാം കേട്ടോ. ഇതാണ് നമ്മൾ ചെയ്തിട്ട് തൈകളായിട്ട് വരുന്ന ഒരു കാര്യം കേട്ടോ. കണ്ടില്ലേ, ഒരു ചെറിയ ഷൂട്ട് ഈ ഒരു പ്ലാന്റിൽ നിന്ന് വരുന്നുണ്ട്. തൈയിൽ നിന്നും ഒരുപാട് കുറച്ചും കൂടെ വിട്ടിട്ടാണ് കേട്ടോ ഈ ഒരു ചെറിയ ഷൂട്ട് വന്നിട്ടുള്ളത്. കണ്ടോ, നല്ലൊരു ഷൂട്ട്. പിന്നെ ഇപ്പുറത്തും ചെറുതായിട്ട് കാണുന്നുണ്ട്, അത് പുറത്ത് ആണ്ട് വന്നിട്ടില്ല. അപ്പം ഇനി തൈകളായിട്ട് വരുമ്പോൾ ഞാനത് നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നല്ല റെയറായിട്ടുള്ള പ്ലാന്റുമാണ്. ഇതിന് തൈകൾ വരാൻ കുറേ സമയം എടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റിന് പ്രത്യേകിച്ചും തൈകൾ വരാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ഒരു പ്ലാന്റിന് വന്നിട്ടുള്ളൊരു ഷൂട്ട് കേട്ടോ. അപ്പോൾ ആരുടെയെങ്കിലും കയ്യിൽ ഇതുപോലെയൊക്കെ തൈകൾ വരാത്ത പ്ലാന്റുകൾ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാൻ, നമുക്ക് ഇത്തരം പ്ലാന്റുകളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാനൊരു വിഷമമാണ്. കാരണം അത്രയും റേറ്റ് കൊടുത്ത് വാങ്ങിച്ച് ചിലപ്പോൾ അത് നശിച്ചു പോയെങ്കിലും എന്നുള്ള ഒരു ഇതുണ്ടാവുമല്ലോ. പിന്നെ അതുകൊണ്ട് ഞാനിത് കട്ട് ചെയ്തില്ല. മറ്റുള്ള പ്ലാന്റുകളൊക്കെ കട്ട് ചെയ്ത് വെച്ചിരുന്നു, അതിനെല്ലാം ഷൂട്ടും വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു പ്ലാന്റിൻ്റെ ഭംഗി കണ്ടിട്ട് അങ്ങനെ കട്ട് ചെയ്യാനും തോന്നിയില്ല. സാധാരണ ഒരു അഗ്ലോണിമ പ്ലാന്റ്സ് വാങ്ങിച്ചാൽ ഒരു 6 മാസം കൊണ്ടൊക്കെ എനിക്ക് തൈകൾ വരാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് മാത്രമേ അങ്ങനെ വരാതിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ആരും ചെയ്ത് കണ്ടിട്ടായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷെ ഞാനായിട്ട് അങ്ങനെ ഒരു പരീക്ഷണം നടത്തിയതാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.